ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വെറൈറ്റി സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു അൽക്കുൽത്ത്, ചിക്കൻ അൽക്കുൽത്ത് കേട്ടോ. ഇന്ന് ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ നമ്മളെ ഇക്കാക്ക ഒപ്പമുണ്ട്. ഇതാ നമ്മുടെ സ്വന്തം ഇക്കാക്കയാണ്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ കൂട്ടുകാർ, നമ്മളിന്നോട് തയ്യാറാക്കാൻ പോകുന്ന പ്രത്യേക വിഭവം അൽക്കുൽത്ത്, ചിക്കൻ അൽക്കുൽത്താണ്. നേരത്തെ പറഞ്ഞു. അതിലേക്ക് വേണ്ട ചേരുവകൾ ഇതെല്ലാമാണ്. ആദ്യമായി വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ ചിക്കൻ. ഇവിടെ നമ്മൾ 2 ചിക്കനാണ് എടുത്തുള്ളത്. ഒരു ചിക്കനെ 4 കഷ്ണമായി നുറുക്കി 2 ചിക്കനിലെ 8 കഷ്ണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വലിയ കഷ്ണങ്ങളായിട്ട്. അത്യാവശ്യം വെയിറ്റുള്ള ചിക്കനാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ചിക്കൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടെ അതിൽ ചേർക്കാനായിട്ട് അല്പം പച്ചക്കറികൾ വേണം. പച്ചക്കറികൾ പ്രധാനമായിട്ടും നീളം പയർ നീളത്തിൽ നുറുക്കിയത്. ഇതിപ്പോൾ നമ്മളൊരു 5 പയറാണ് എടുത്തുള്ളത്. ഒപ്പം തന്നെ നീണ്ട പച്ചമുളക് നീളത്തിൽ നുറുക്കിയത്, അല്പം സവാള നന്ന് നൈസായി നുറുക്കണമെന്നില്ല. നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പോലെ നൈസാക്കണമെന്നില്ല, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നുറുക്കാം. ഒപ്പം നമ്മൾ തക്കാളി, ഒരു 4 തക്കാളി നമ്മൾ വലിയ കഷ്ണങ്ങളായി നുറുക്കിയതുണ്ട്. കൂടെ ഒരു 5 വെണ്ടക്ക ഇങ്ങനെ നീളത്തിൽ നമ്മൾ നുറുക്കിയെടുത്തേക്കാണ്. ഒരു വെണ്ടക്കയെ 4 കഷ്ണങ്ങളാക്കി നീളത്തിൽ നുറുക്കിയെടുത്തേക്കാണ്. അവർ കൂടെ ചേർക്കാൻ നമ്മൾ മസാലയ്ക്ക് വേണ്ടി ഒരു 2 പച്ചമുളക്, ഒരു 5 ഇല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ചതച്ചെടുത്തത്. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, കോൺഫ്ലവർ, അല്പം കടലമാവ്, ഒരു സ്പെഷ്യലായിട്ട് സേമിയോ അല്പം, പിന്നെ വിനാഗിരി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, സാൾട്ട്. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു വിഭവത്തിലേക്ക് ചേർക്കുന്നത്. അടുത്തതായി നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. കാരണം നമ്മളിതിൻ്റെ മസാല പ്രിപ്പറേഷനാണ് ഈ ഒരു വിഭവത്തിൻ്റെ ആദ്യം ചെയ്യുന്നത്. നമ്മൾ പതിവിന് വിപരീതമായി സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ അടുപ്പിൽ വെച്ച് തീ ഇട്ടതിന് ശേഷമാണ് മസാല ഇടാറ്. പക്ഷേ നമ്മളിത് ആദ്യം തന്നെ ഇതിൻ്റെ മസാലക്കൂട്ടിലേക്ക് കിടക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് അല്പം ഓയിൽ ഒഴിക്കാം. ആദ്യം നമ്മൾ വലിയൊരു ഇപ്പോൾ 2 ചിക്കൻ ഉള്ളതുകൊണ്ട് അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ വൈഡായിട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് നമുക്ക് ഇതിനെ ഒന്ന് ലിക്വിഡ് ഫോമിലേക്ക് മാറ്റാം. അതിൽ 2 ഐറ്റം നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഒരല്പം കുരുമുളക് പൊടിച്ചത് നമ്മളിത് ചേർക്കാം, സ്പൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ അഡീഷണലായിട്ട് ഓരോരുത്തർ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. കുറച്ചുകൂടി ഡെക്കറേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്പം കളർ ചേർക്കാം. പക്ഷേ അതൊരു ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല. അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം സ്വാദിന് വേണ്ടി. അധികമായി കഴിഞ്ഞാൽ ഒരു കുത്തു വരുള്ളൂ, അതുകൊണ്ട് ഗരം മസാല ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട കടങ്ങിലേക്ക് കിടക്കുകയാണ്. ഓർക്കും എപ്പോഴും നമ്മൾ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടില്ല, അടുപ്പിലേക്ക് നമ്മുടെ പാത്രം വെച്ചിട്ടില്ല. എപ്പോഴും അടുപ്പിന് പുറത്താണ് നമ്മുടെ പാത്രം ഉള്ളത്. അതിലേക്ക് ഇനി നമ്മൾ ചിക്കൻ പീസുകൾ, വലിയ ചിക്കൻ പീസുകൾ നേരത്തെ മുറിച്ച് വെച്ചത് നീളത്തിൽ വരയിട്ടുണ്ട്. കാരണം അത് ഇതിനുള്ളിലേക്ക് ശരിക്കും മസാല പിടിക്കാനും ശരിയായ രീതിയിൽ വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണത്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വരയിടുന്നത് പോലെ വരഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ തേച്ച് പിടിപ്പിക്കുകയാണ്, മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ പതിവിന് വിപരീതമായിട്ട്
നമ്മൾ പുറത്താണ് നമ്മൾ അടുപ്പ് ഒരുക്കിക്കണം കേട്ടോ. കാരണം നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ഇന്നൊരു വെറൈറ്റി ആയതുകൊണ്ട്. ഈ ഘട്ടത്തിൽ നമ്മളിതിൻ്റെ ഉപ്പ് നോക്കുന്നതല്ലാണ്. കാരണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആ ചിക്കനിലോട്ട് പിടിക്കില്ല. നമ്മൾ അടുപ്പിന് മേലേക്ക് പാത്രം വെച്ച ഉണ്ടത്തൊന്ന് മൂടി വെക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ വെച്ച ഈ മസാല ചിക്കനുമായിട്ടൊന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ചിക്കൻ ഏകദേശം മസാല അതിനോട് ചേർന്ന് ഒരു ചൂടായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ അതിലേക്ക് സവാള ചേർക്കുന്നു. മറ്റ് കട്ട് ചെയ്ത് വെച്ച പച്ചക്കറി ഐറ്റംസ് എല്ലാം നമ്മൾ അതിനോട് ചേർക്കണം കേട്ടോ. വെണ്ടക്ക എല്ലാം ഒരുമിച്ച് ചേർക്കാം. പച്ചക്കറികളെല്ലാം ഇതിലോട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. നന്നായിട്ട് എല്ലാം ചിക്കനും പച്ചക്കറിയും എല്ലാം നമ്മുടെ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് കിട്ടണം. അതിനുവേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഈ പച്ചക്കറി ഈ ചിക്കൻ്റെ കൂടെ മിക്സായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ തിളപ്പിച്ച അല്പം വെള്ളം, പച്ചവെള്ളം വയ്ക്കരുത്, തിളപ്പിച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് പകരുകയാണ്. വെള്ളം അധികം ആവേണ്ട, ആവശ്യത്തിന് മതി. ചിക്കൻ അൽക്കുലത്തിലെ ഒരു സ്പെഷ്യൽ ഐറ്റമായ സേമിയോ നമ്മളതിലോട്ട് വിതരുന്നൊരു സീനാണ്. ഈ നന്നായി ഫ്ലെയിം വരുന്ന തിളക്കാൻ പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെ നമ്മൾ സേമിയോ ഇങ്ങനെ പൊടിച്ച് പൂർണ്ണമായും പൊടിക്കാതെ ഒരു മീഡിയം ലെവലിൽ രണ്ടായി മുറിച്ച് നമ്മൾ ഇതിലൂടെ കൂടെ വെതണം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം അല്പം നേരം. ഇപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് ആവി പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആവി പുറത്ത് പോകരുത്. ആ ആവിയിൽ കിടന്ന ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. അതിനുവേണ്ടി നമുക്ക് ഈ പാത്രത്തിന് മൂടിക്ക് മുകളിൽ ഒരല്പം വെയിറ്റ് വെക്കാം. ഞാനിവിടെ ചതക്കുന്ന ഒരു പാത്രം വെച്ചിട്ടുള്ളത്. വേറെ എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ട് അത് ക്ലോസ് ആക്കില്ല. നമ്മളിങ്ങനെ വെയിറ്റ് വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് എങ്കിലും മിനിമം നമ്മൾ വെക്കണം, ആവി പോവാതെ. നമ്മൾ ചിക്കനൊക്കെ ഒന്ന് അത്യാവശ്യം വേവാൻ വേണ്ടിയിട്ട് ചെറിയൊരു തീയിൽ നല്ല ആളി കത്തരുത്. വലിയ പീസാണ് ചിക്കൻ. വലിയ പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേവണം അത്. അപ്പോൾ ആവി പോവാത്ത രീതിയിൽ ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. ചിക്കൻ അൽക്കുലത്ത് ഏകദേശം വെന്തിട്ടുണ്ടാവും. ഏകദേശം അല്ല, പൂർണ്ണമായിട്ടും വെന്തിട്ടുണ്ടാവും. നമ്മൾ അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ വേവിച്ചിട്ടുണ്ട്. കാരണം വലിയ പീസായതുകൊണ്ട്. അത് നമുക്ക് തുറക്കാം. നമ്മൾ ആദ്യം 20 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്യാവശ്യം നമ്മൾ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചെടുത്തേ. എന്നുണ്ട് ഗ്രേവി ടൈപ്പിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിതിലേക്ക് നല്ല പൊറോട്ട തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. റൈസിലേക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഇന്ന് ഇതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സ്പെഷ്യൽ പൊറോട്ട. നമ്മളെ വീട്ടിൽ തന്നെ വൈഫ് ഉണ്ടാക്കുന്ന പൊറോട്ടയാണ്. സുബൈറിന്റെ വൈഫ് അവിടെ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് സർവ് അത് വീടെടുക്കാൻ സമയം കിട്ടിയില്ല.
വേണ്ടിയിട്ട് കേട്ടോ. എല്ലാവരും ഇവിടെ റെഡിയാണ്. സൂപ്പറാ ഇഷാമേ, എങ്ങനെയുണ്ട്? സൂപ്പറാ. റിൻഷ മോളെ എങ്ങനെയുണ്ടടി? എങ്ങനെയുണ്ട് ബിഷുര? എങ്ങനെയുണ്ട്? അടിപൊളിയാ? സൗബാൻ വെരി ഗുഡ്.